സോ ഗുഡ് മോർണിംഗ്. നമ്മൾ ഏതാണ്ട് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ സൈഡിലൂടെ ചെന്ന് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കതിന് ചില പരിമിതികളുണ്ട്. നിങ്ങളുടെ സിലബസ് ഉള്ളത് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് ആറ്റോമിക് ഓർബിറ്റൽസ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഓർബിറ്റൽ എന്ന കോൺസെപ്റ്റ് ഒക്കെ കണ്ടു. സോൾവിങ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഗീവ്സ് റൈസ് ടു ഓർബിറ്റൽസ്. ഈ ഓർബിറ്റൽസ് എന്ന് പറയുന്ന ഇതെല്ലാം വരുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോണിനും എടുത്ത് സോൾവ് ചെയ്യുമ്പം അതൊരു സങ്കീർണമായ പ്രോസസ്സ്. അതിൽ നിന്നാണ് ഓരോ ഓർബിറ്റലും അതിൻ്റെ ഷേപ്പും ഒക്കെ കണ്ടുപിടിക്കണേ. These orbitals provide the electron density distributed about the nucleus. Orbitals are described by quantum numbers. ഓരോ ഓർബിറ്റൽസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്വാണ്ടം നമ്പറുകൾ ഉപയോഗിച്ച്. നമ്മൾ ക്വാണ്ടം നമ്പറിലേക്ക് പോവുക. ഇനി ഓർബിറ്റൽസ് പ്രൊവൈഡ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് അബൌട്ട് ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിൽ ഇലക്ട്രോൺ ഇല്ല, പക്ഷെ ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇത് കണ്ടോ, ഡോട്ട് ഡോട്ട്. ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഓർബിറ്റൽ. ഓർബിറ്റൽ ഈസ് ദ റീജിയൻ എറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ദർ ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഈസ് മാക്സിമം. അതിങ്ങനെ കുറഞ്ഞ് സീറോ ആകുന്ന ഏരിയയിൽ നിർത്തും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഷേപ്പ് ആകുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ക്വാണ്ടം നമ്പേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ആറ്റത്തിൽ കിടക്കുന്ന ഓരോ ഇലക്ട്രോണിനും 3 അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ റിക്വയർസ് 3 ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാണ് ഈ ക്വാണ്ടം നമ്പേഴ്സ് നോക്കാം. ഒന്ന്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. 4 എണ്ണമുണ്ട്. അതിൽ അവസാനത്തതിനെ സ്പിൻ നമ്മൾ പറയാം. പ്രധാനമായും 3 എണ്ണമാണ്. പ്രിൻസിപ്പൽ പ്രധാനപ്പെട്ടതെന്നർത്ഥം ക്വാണ്ടം നമ്പർ. ഇതാണ് നമ്മൾ പ്ലാങ്ക്സ് ഇക്വേഷനൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആ എൻ അല്ലെങ്കിൽ ബോർ തിയറി പഠിത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഷെല്ലിനെ കുറിച്ചൊക്കെയുള്ള ആ എന്നിൻ്റെ വാല്യൂ അല്ലേ, എന്ന് വരുന്നുണ്ടെന്ന്. ഇതാണ് എൻ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എൻ. ദിസ് ഈസ് സെയിം ആസ് ബോർസ് എൻ. എന്താണ് ബോർ തിയറിയിൽ നമ്മൾ കണ്ട എൻ തന്നെയാണ്. എൻ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ കെ ഷെല്ല്, എൻ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ എൽ ഷെല്ല്. ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണ് ക്വാണ്ടം നമ്പർ. ഇതെല്ലാം ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്ന് വരുന്നതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ദിസ് ഈസ് ദ സെയിം ആസ് ബോറിൻ്റെ എൻ. ആസ് എൻ ബിക്കംസ് ലാർജർ ദ ആറ്റം ബിക്കംസ് ലാർജർ. എന്നിൻ്റെ സൈസ് കൂടുന്തോറും ആറ്റത്തിൻ്റെ സൈസും കൂടും. ആൻഡ് ദ ഇലക്ട്രോൺ ഈസ് ഫാർദർ ഫ്രം ദ ന്യൂക്ലിയസ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ സൈസ് ആൻഡ് എനർജി ഓഫ് ദ ഓർബിറ്റൽ. ആ റെഡ് ലെറ്ററിൽ കാണുന്നത് കൂടുതൽ ശ്രദ്ധിക്കണം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്തൊക്കെയാണ്? സൈസ് തരും. എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും സൈസ് കൂടും. എനർജി, എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും എനർജിയും കൂടും. കാരണം ഇ ഈക്വൽ ടു എൻ എച്ച്. ഇനി എന്നിൻ്റെ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് റെപ്രസെൻറ്റ് ദ ഷെൽ. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ കെ, 2 ആണെങ്കിൽ എൽ, അങ്ങനെ പോകും. അപ്പോൾ ഒന്നാമത്തെ ക്വാണ്ടം നമ്പറായ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് ഞാൻ അറിയേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ പേര് പ്രിൻസിപ്പൽ, ഏറ്റവും പ്രധാനപ്പെട്ട ക്വാണ്ടം നമ്പർ എന്നർത്ഥം. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എൻ നമുക്ക് തരുന്ന എന്തൊക്കെയാണ്? എനർജി, സൈസ് ഒക്കെ നിങ്ങൾക്ക് തരും. അടുത്തത് എൻ തരുന്ന മറ്റൊരു വാല്യൂ എന്താണ്? എന്നിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷെല്ല് കണ്ടുപിടിക്കാം. എന്നിൻ്റെ വാല്യൂവിൽ നിന്നും ഷെൽ വാല്യൂ നമുക്ക് കിട്ടും. എൻ ഈക്വൽ ടു 1 ആകുമ്പോൾ ഷെല്ല് കെ ആണ്. എൻ ഈക്വൽ ടു 2 ആകുമ്പോൾ ഷെല്ല് എൽ ആണ്. എൻ ഈക്വൽ ടു 3 ആകുമ്പോൾ ഷെല്ല് എം ആണ്. അങ്ങനെ പോകും. പിടികിട്ടി? ഇനി രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ നമ്മൾ പറഞ്ഞു. 3 പ്രധാന ക്വാണ്ടം നമ്പർ, ഒന്നും കൂടെ ചേർത്ത് 4 ക്വാണ്ടം നമ്പർ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, എൽ. സ്മോൾ ലെറ്റർ ആണ്. ക്വാണ്ടം നമ്പറുകളെല്ലാം സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഷെല്ലിനെ സൂചിപ്പിക്കുന്നതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ്, കെ എൽ എം. കേട്ടോ, ഓർക്കണം. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്നൊക്കെ വിളിക്കും. ദിസ് ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എൻ. എല്ലാ
ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂവും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ, അതുകൊണ്ടാണ് അതിനെ പ്രിൻസിപ്പൽ എന്ന് വിളിക്കണേ. സോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് എൻ. ദ വാല്യൂ ഓഫ് എൽ ബിഗിൻ അറ്റ് 0 ആൻഡ് ഇൻക്രീസസ് ടു n-1. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കുക, n ക്യാൻ ടേക്ക് വാല്യൂസ് ഫ്രം 0 to n-1. എന്നിന് വാല്യൂ 0 പറ്റുമോ? ഇല്ല. എന്നാൽ എല്ലിന് വാല്യൂ എവിടെ നിന്ന് തുടങ്ങണേ? 0 മുതൽ n-1 വരെ. അതായത് എന്നിൻ്റെ വാല്യൂ 2 ഇരിക്കട്ടെ. അപ്പോൾ എല്ലിന് കൊണ്ടാവുന്ന വാല്യൂ എന്തൊക്കെയാണ്? 0, 1. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ n-1 1 അല്ലേ? അപ്പം 0യും 1ഉം താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. എല്ലിൻ്റെ വാല്യൂവിൽ നിന്നാണ് സബ്ഷെൽ ഏതാണെന്ന് അല്ലെങ്കിൽ ഓർബിറ്റൽ ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. വി യൂഷ്വലി യൂസ് ലെറ്റേഴ്സ് എൽ, എസ്, പി, ഡി, എഫ്. എൽ ഈക്വൽ ടു 0, 1 ആകുമ്പോൾ എൽ ഈക്വൽ ടു 0 ആകുമ്പോൾ ഓർബിറ്റൽ എന്താണ്? എസ് ആണ്. എൽ ഈക്വൽ ടു 1 ആകുമ്പോൾ പി ആണ്. എൽ ഈക്വൽ ടു 3 ആകുമ്പോൾ ഡി ആണ്. അങ്ങനെ പോകും. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. അപ്പോൾ എ പാർട്ടിലൊക്കെ ചോദിക്കാം, എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? എസ് ഓർബിറ്റലാണ്. നമുക്ക് അങ്ങനത്തെ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. സോ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 1, എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 0, 1, എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഇത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്താണോ എന്നിൻ്റെ വാല്യൂ അത്രയും എണ്ണ എൽ വാല്യൂ കാണും അല്ലേ? എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 1 എൽ വാല്യൂ, 2 ആകുമ്പോൾ 2 എൽ വാല്യൂ, 3 ആകുമ്പോൾ 3 എൽ വാല്യൂ, 4 ആകുമ്പോൾ 4 എൽ വാല്യൂ. ഇപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. മൂന്നാമത്തേത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറാണ്. സ്മോൾ ലെറ്റർ എം. എൽ എന്നും ചിലർ എഴുതും, അല്ലെങ്കിൽ എം എന്നും എഴുതാം. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ദിസ് ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ എൽ. എല്ലിൻ്റെ ഓരോ എൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയ എം വാല്യൂ ഉണ്ട്. ഇവിടെയാണ് ഡിറക്ഷൻ. എം നമുക്ക് തരുന്നത് ഇറ്റ് ഗീവ്സ് ദ 3 dimensional ഓറിയൻറ്റേഷൻ ഓഫ് ഈച്ച് ഓർബിറ്റൽ. എന്താ ഓറിയൻറ്റേഷൻ? ഡിറക്ഷനാണ്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം. മാഗ്നറ്റിൻ്റെ ഒരു ഉപയോഗം എന്താണ്? വടക്ക് നോക്കി എന്താണ്? ദിശ അറിയാനാണ്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓർബിറ്റലിൻ്റെ ഡിറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരാം. നമ്മൾ ഓർബിറ്റലും തമ്മിൽ ഡിഫറൻസ് എഴുതിയപ്പോൾ അതിൽ 5ാമത്തെ ഡിഫറൻസ് പഠിച്ചു തുറക്കുന്നുണ്ടോ? ഓർബിറ്റിന് എന്തില്ല? ഡിറക്ഷണലായ ഒരു വാല്യൂ ഇല്ല. എന്നാൽ ഓരോ ഓർബിറ്റലിനും എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഡിറക്ഷണൽ വാല്യൂ ഉണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, പിന്നെ പറയാം. ഇതാണ് സംഭവം. ഓരോ ഓർബിറ്റലിനും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, ഡിറക്ഷണൽ വാല്യൂ ഉണ്ട്. ഒന്നുകൂടെ പറയാം. ദിസ് ക്വാണ്ടം നമ്പർ ഡിപ്പെൻഡ്സ് ഓൺ എൽ. ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഹാസ് ഇൻ്റഗ്രൽ വാല്യൂസ് ബിറ്റ്വീൻ എൽ. എവിടെ മുതലാണ് വാല്യൂ എടുക്കണേ? പ്ലസ് എൽ ടു മൈനസ് എൽ. മൈനസ് ബിറ്റ്വീൻ ഇത് മൈനസ് ആട്ടോ. ബിറ്റ്വീൻ -L ടു +L ഇൻക്ലൂഡിങ് 0. ഓരോ എൽ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയ എം വാല്യൂ ഉണ്ട്. നോക്കാവേ. എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തേ ഉള്ളൂ? 0 ഉള്ളൂ. കാരണം ഫ്രം -L ടു +L ഇൻക്ലൂഡിങ് 0. എല്ല് തന്നെ 0 ആണ്. അപ്പോൾ എമ്മിന് ഒറ്റ വാല്യൂ ഉള്ളൂ 0. എന്നാൽ നോക്കിക്കേ, എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്താണ്? +1, 0, -1. അതായത് ഫ്രം +1 അല്ലെങ്കിൽ ഫ്രം -1 ടു -L ടു +L ഇൻക്ലൂഡിങ് 0. എല്ലിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എവിടെ തുടങ്ങാം? -1, 0, 1. അല്ലെങ്കിൽ തിരിച്ച് 1, 0, -1. എല്ലിൻ്റെ വാല്യൂ 2 ആകുമ്പോഴോ? 2, 1, 0, -1, -2. എല്ലിൻ്റെ വാല്യൂ 3 ആകുമ്പോഴോ? +3, +L ടു -L ഇൻക്ലൂഡിങ് 0. +3, +2, +1, 0, 1, 2, 3. ഇത്രയും. ഇതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട്. നമുക്കത് അടുത്തത് ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. 3 quantum numbers are not enough to explain the line spectra observed in the case of multi-electron atoms. That is, some of the lines actually occur in doublets, or triplets. This suggests the presence of a few more energy levels than predicted by the 3 quantum numbers. അതായത് ഞാൻ പറഞ്ഞു, ക്വാണ്ടം നമ്പേഴ്സ് പ്രധാനമായും 3 എണ്ണം ആണെങ്കിലും ഈ 3 എണ്ണം മാത്രം ഉപയോഗിച്ച് പലപ്പോഴും ഇലക്ട്രോണുകളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് 1925 2 സയൻറ്റിസ്റ്റുകൾ ചേർന്ന് പ്രപ്പോസ് ദ പ്രസൻസ് ഓഫ് ദ 4th ക്വാണ്ടം നമ്പർ നോൺ ആസ് ദ സ്പിൻ ക്വാണ്ടം നമ്പർ. നിങ്ങൾ ഈ ചരിത്രം ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല.
ഞാൻ നിങ്ങളുടെ ഒരു കൗതുകത്തിന് വേണ്ടി എഴുതുന്നേ ഉള്ളൂ. 3 എണ്ണം ആണ് ആദ്യം കണ്ടുപിടിച്ചതെങ്കിലും പിന്നീട് ഒന്നും കൂടി ML എന്ന മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കഴിഞ്ഞ് MS എന്ന അല്ലെങ്കിൽ ചുമ്മാ S എന്നും എഴുതാറുണ്ട് സ്പിൻ ക്വാണ്ടം നമ്പർ കൂടി കണ്ടുപിടിച്ചു ഇലക്ട്രോണിൻ്റെ സ്പിൻ അറിയാൻ. എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ? സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ക്യാൻ ഹാവ് 2 orientations relative to the chosen axis. These 2 orientations are distinguished by the spin quantum numbers, which can take the values of plus half or minus half. These are called 2 spin states of the electron and are normally represented by 2 arrows. മുകളിലോട്ട് ഒരു ആരോ ഇട്ടാൽ സൈൻ അപ്പ് എന്നും സ്പിൻ അപ്പ് എന്നും, താഴോട്ട് ഇട്ടാൽ സ്പിൻ ഡൗൺ എന്നും. An orbital cannot hold more than 2 electrons and these 2 electrons should have opposite spin. കേൾക്കും സങ്കീർണമാണെന്ന് തോന്നുന്നു, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഒരു ഓർബിറ്റലിൽ കേട്ടെ, ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺ എണ്ണം 2. ഏത് ഓർബിറ്റലിലും 2 ഇലക്ട്രോണേ ഉള്ളൂ. ആ 2 ഇലക്ട്രോണുകളുടെ സ്പിന്ന് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒന്ന് സ്പിൻ അപ്പ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും പറയും. നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനത്തെ വാക്കായിരിക്കും ഉപയോഗിച്ചേക്കണേ. സ്പിൻ അപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്. ഞങ്ങൾ ക്രിക്കറ്റ് ബോളുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാലോ, അതായത് കയ്യിൽ നിന്നും ബോൾ ബാറ്റിലോട്ട് പോകുമ്പോൾ തന്നെ ബോളിൻ്റെ ആക്സിസിൽ നിന്ന് തന്നെ അത് കറങ്ങും. അതിൻ്റെ പേരാണ് സ്പിന്ന്. അത് എങ്ങനെയൊക്കെ കറങ്ങാം? ഒന്നുകിൽ ക്ലോക്ക് വൈസ് കറങ്ങാം, അതാണ് സ്പിൻ അപ്പ് എന്ന് പറയുന്നത്. ക്ലോക്ക് വൈസ് സ്പിന്നും അതാണ് മുകളിലോട്ട് ചിഹ്നം ഇടുന്നത്, ആരോ ഇടുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഇറങ്ങാം? തിരിച്ച് കറങ്ങാം, ഇങ്ങനെ കറങ്ങാം. അതിൻ്റെ പേരാണ് ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നും. അതനുസരിച്ച് സ്പിൻ ക്വാണ്ടം നമ്പറിന് ഏത് ഇലക്ട്രോണിനും 2 വാല്യൂ ഉള്ളൂ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പ്ലസ് ഹാഫ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൈനസ് ഹാഫ്. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുള്ളൂ. ഇതൊക്കെ നോട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. അത്ര ഒന്നും നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്പിൻ ക്വാണ്ടം നമ്പർ ക്യാൻ ഹാവ് 2 വാല്യൂസ്. ഏതൊക്കെ? പ്ലസ് ഹാഫും മൈനസ് ഹാഫും. പ്ലസ് ഹാഫ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് എന്നും മൈനസ് ഹാഫ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ നമ്മൾ പറഞ്ഞപ്പോൾ കുറേ ഏറെ പറഞ്ഞെങ്കിലും അത് ഓർത്തിരിക്കാൻ ഈ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഡിഫറൻറ്റ് വേവ് ഫംഗ്ഷൻ. നോക്കിക്കേ, നമ്മൾ പഠിച്ച 4 ക്വാണ്ടം നമ്പറും. ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിഞ്ഞിരിക്കേണ്ട ഒന്ന്, അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? N. അതിന് കൊടുക്കാവുന്ന വാല്യൂ എന്തൊക്കെയാണ്? 1 2 3 4. അതിന് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് തരുന്നത്? സൈസ്, എനർജി. അതിന് കൂടാതെ ഒരു കാര്യം ഓർത്തിരിക്കണം, Nൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഷെല്ല് K ആണ്, അതുകൊണ്ടാണ് ഓർത്തിരിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തത് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ L. അതിന് കേട്ടോ, അതിൻ്റെ നിയമം എന്താണ്? 0 to n-1 നിയമം ഫോർ ഈച്ച് n. ഷേപ്പ് ഓഫ് ദി ഓർബിറ്റ് തരും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓരോ എല്ലിനും ഉണ്ട് -L2 + L ഇൻക്ലൂഡിങ് 0. അതെന്ത് തരും? ഓർബിറ്റലിൻ്റെ ഡിറക്ഷൻ, ഓറിയൻറ്റേഷൻ. സ്പിൻ ക്വാണ്ടം നമ്പർ അതെന്ത് തരും? ഇലക്ട്രോണിൻ്റെ സ്പിന്ന് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് പറയും. സ്പിൻ ക്വാണ്ടം നമ്പറിന് കിട്ടാവുന്ന വാല്യൂ ഏതൊക്കെയാണ്? പ്ലസ് ഹാഫും മൈനസ് ഹാഫും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാം. മുമ്പത്തെ Nൻ്റെ വാല്യൂ 1 ആണെങ്കിൽ K ഷെല്ലെന്ന് ഓർത്തതുപോലെ ഇതും ഒന്ന് ഇങ്ങനെ ഒരു ചാർട്ടിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. Lൻ്റെ വാല്യൂ, അതായത് നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ Lൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? S ഷേപ്പ് എന്നാണ് കേട്ടോ, ഷാർപ്പ് എന്നല്ല, S ഷേപ്പാണ്. 1 ആണെങ്കിൽ P ആണ്, 2 ആണെങ്കിൽ D ആണ്, 3 ആണെങ്കിൽ F ആണ്, 4 ആണെങ്കിൽ G ആണ്. നിങ്ങൾക്ക് എസും പിയും ഡിയും പഠിക്കാനുള്ളൂ കേട്ടോ, നോർത്തിരിക്കുക. അതെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എ പാർട്ടിലൊക്കെ ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, Nൻ്റെ വാല്യൂ 2ഉം Lൻ്റെ വാല്യൂ 0യുമായ ഓർബിറ്റിലേത്? Nൻ്റെ വാല്യൂ 2ഉം Lൻ്റെ വാല്യൂ 0യുമായ ഓർബിറ്റിലേതാ? 2. Lൻ്റെ വാല്യൂ 0 ആയ ഓർബിറ്റിലേതാണ്? എസ് ആ. അപ്പോൾ ഓർബിറ്റലിൻ്റെ പേരെന്തായിരിക്കും? നിങ്ങൾ 10ലൊക്കെ എഴുതാണല്ലോ, 2s. കേട്ടോ? Lൻ്റെ വാല്യൂ 1ഉം Lൻ്റെ വാല്യൂ 0 ആയാലോ? 1s. Nൻ്റെ വാല്യൂ 3ഉം Lൻ്റെ വാല്യൂ 1ഉം ആയാലോ? 3p. കാരണം Lൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഓർബിറ്റിൽ ഏതാണ്? p ആണ്. അതൊരു രസമായിട്ട് നിങ്ങൾ ഒന്നും കൂടി നോക്കുമ്പോൾ അത് മനസ്സിലാകും, പഠിക്കണം. ഇനി ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ് നോക്കിക്കേ, നിങ്ങൾക്ക് തന്നെ പഠിക്കാവുന്ന രീതിയിൽ എഴുതിയേക്കുന്നതാണ്. Nൻ്റെ വാല്യൂ 1 ആകുമ്പോൾ L വാല്യൂ 1 ഉള്ളൂ, സബ്ഷെൽ 1s മാത്രമേ ഉള്ളൂ. Mൻ്റെ വാല്യൂ 0 മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ സബ്ഷെൽ 1, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ദ ഷെൽ 1. ഇത് ഓരോ കേസിലൊന്ന് നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാകും. പയ്യൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ക്വാണ്ടം നമ്പർ നന്നായിട്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും, ഒന്നുമില്ല. ഈ 4 ക്വാണ്ടം നമ്പർ അതിൻ്റെ പേരുകൾ
അതിനെ എങ്ങനെ എഴുതാം, അങ്ങനെ കുറച്ച് എക്സസൈസുകൾ തരാം നിങ്ങൾക്ക്. അത് നിങ്ങളൊന്ന് എഴുതി നോക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഓർബിറ്റലിൻ്റെ ഷേപ്പിലോട്ട് കിടക്കാം.